തണ്ണിത്തോട് തൂമ്പക്കുളത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നൊരു സംശയമുണ്ട്. തേക്കുതോട് തണ്ണിത്തോട് ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി, മരങ്ങൾ കടപുഴകി വീണു, ജനവാസ മേഖലയിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ റാന്നി ടൗണിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ സംസാരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെയും റാന്നിയിൽ വെള്ളത്തിനടി ഏറെക്കുറെയൊക്കെ പൂർണ്ണമായി ഒരു മുട്ടോളം ഭാഗം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? മഴ ഒന്ന് മാറി നിന്നിട്ടുണ്ട് എങ്കിൽ പോലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല അല്ലേ? സേതു, മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇത്തിരി ഇറക്കി കാണിച്ച് ആ വീട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ വീട് അതിൻ്റെ താഴത്തെ നില, 2 നില വീടാണ്. ആ വീടിൻ്റെ താഴെയുള്ള നില പൂർണ്ണമായും വെള്ളത്തിലാണ്. ആ വീടിൻ്റെ മുകളിൽ ആളുകളെ കാണാം. ആളുകൾ ഇപ്പോൾ മുകളിലേക്ക് കയറി, മുകളിലത്തെ നിലയിലേക്ക് കയറി നിൽക്കുകയാണ്. അവരെ എത്രയും വേഗം ആ വീട്ടിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. റാന്നി വലിയ പാലത്തിന് താഴെയുള്ള ഭാഗമാണ്. അവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വാഹനങ്ങളെല്ലാം തന്നെ ഈ വെള്ളത്തിൽ മുങ്ങിയ ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഈ ഒറ്റപ്പെട്ട വീടുകളിൽ ഒറ്റപ്പെട്ട ആളുകളെ പൂർണ്ണമായും അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. തൊട്ടപ്പുറത്തൊരു മാരുതിയുടെ ഒരു സർവീസ് സെന്റർ ഉണ്ട്. ആ സർവീസ് സെന്ററും പൂർണ്ണമായും വെള്ളത്തിൽ താഴ്ന്നു. ആ സർവീസ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾ, അവിടെ സർവീസിനായി കൊണ്ടുവന്ന വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതും പൂർണ്ണമായും വെള്ളത്തിന് അടിയിലായി. തൊട്ടടുത്ത് ചേട്ടന്റെ കാറല്ലേ ഇത്? ചേട്ടന്റെ കാറല്ലേ? എന്റെ വണ്ടിയാ, സ്കോർപിയോ. എപ്പോൾ കൊണ്ടുവന്ന് വരുന്നത്? 3-4 ദിവസമായിട്ട് ഇവിടെ പണിക്ക് ഇട്ടിരുന്ന. അത് സ്റ്റാർട്ടാക്കാൻ പാടാ. അത് മൊത്തം അഴിച്ചിട്ടേക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ഡാഷ്ബോർഡെല്ലാം അഴിച്ചിട്ടേക്കുന്ന. അപ്പം ഞങ്ങൾ ലിഫ്റ്റേ പോക്കാൻ വേണ്ടി ആ ലിഫ്റ്റിൻ്റെ അവിടെ വരെ തെള്ളി കൊണ്ടുവന്ന. അപ്പോൾ ലിഫ്റ്റേ പോക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്തപ്പോഴത്തേക്ക് സപ്ലൈ പോയി, കറണ്ട് പോയതുകൊണ്ട് അത് നല്ല ലിഫ്റ്റേ നമുക്ക് പൊക്കി വെക്കായിരുന്നു. ബാക്കി എല്ലാ വണ്ടി ഞങ്ങൾ മാറ്റി. എത്ര വണ്ടി ഉണ്ടായിരുന്നു? 10 വണ്ടിയോളം അടുപ്പിച്ചുണ്ടായിരുന്നു. 10 വണ്ടി മാറ്റി. ബാക്കി ഇനി 4 വണ്ടിയോളം അതിനകത്ത് വേറെ കിടപ്പുണ്ട്, മുങ്ങിക്കിടക്കുക. അതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ വെള്ളം കയറിയതറിഞ്ഞ് വന്നതായിരുന്നല്ലേ? വെള്ളം കയറിയതറിഞ്ഞ് ഓടി വന്ന. അതിന്റെ മെക്കാനിക്ക് ഇവിടെ തന്നെ താമസം, അവരുടെ വീടാ. ആളുകൾ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല, നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഇവിടെ ആരും വന്നിട്ടില്ല. ഞങ്ങൾ ഈ കാണുന്നവരൊക്കെ ഉള്ളൂ. ഇവിടെ ആരും ഒരു സജ്ജീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ വീട്ടിൽ 3 പേര് ആ വീടിന്റെ മണ്ടയ്ക്ക് തന്നെ നിൽക്കുക. പ്രായമുള്ളവരാ. അവർക്ക് ഇതുവരെ ഇറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ആ പേരുടെ മണ്ടയ്ക്ക് തന്നെ ഇരിക്കുക. ഇവർക്കും ഇറങ്ങാൻ പറ്റത്തില്ല. ഇവർക്കും വീടിന്റെ മണ്ടയ്ക്ക് നിൽക്കുക. അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സാധാരണ നടക്കാറുണ്ട്, വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരോ പോലീസോ ഒന്നും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഈ ആളുകൾ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള കിട്ടിയിട്ടില്ലെന്നായിരുന്നു ആണോ ശ്രീരാജേ? അതെ, അങ്ങനെ ഒരു നിർദ്ദേശവും ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഇന്നലെ രാത്രിയോടെ പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടായി. പെട്ടെന്ന് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു പല പ്രദേശങ്ങളിലേക്കും. ഇവർക്ക് കൃത്യമായ നിർദ്ദേശം ഇവിടെ നിന്ന് മാറി താമസിക്കാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റു സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനോ ഉള്ള നടപടികളൊന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് ആളുകൾ പറയുന്നത്. 1 കിലോമീറ്റർ കഷ്ടമേ ഉള്ളൂ ഫയർഫോഴ്സ്. ഇതുവരെ ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. അവർ എങ്ങോട്ട് പോയെന്ന് നമുക്കറിയത്തില്ല, ഇങ്ങോട്ട് പോയെന്നും അറിയത്തില്ല. ഇതുവരെ ഞങ്ങൾ 3:30 മുതൽ ഇവിടെ ഉണ്ട്. വെളുപ്പിനെ 3:30 പോലെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഒറ്റ ഫയർഫോഴ്സിന്റെ വണ്ടി പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ വീടുകളിലെല്ലാം തന്നെ ആളുകൾ കുടുങ്ങി കിടക്കുകയാണ്. അവർക്ക് വീടിന്റെ മുറ്റത്തൂടെ ഒന്നും തന്നെ ഇറങ്ങി സുരക്ഷിത ഇടത്തിലേക്ക് ശ്രീരാജിലേക്ക് തന്നെ മടങ്ങിയെത്താം.